മെമ്പർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഒരു മാറ്റം വന്നതും. ഒരു 2 ദിവസം, ആദ്യത്തെ 2 ദിവസം കൊണ്ട് എനിക്ക് 2 lakh വന്നു. പിന്നെ അതിന് ശേഷം എല്ലാം കൂടെ പിന്നെ അതിന് ശേഷം ഒരു 5 days ഉള്ളിൽ അത് 5 lakhലേക്ക്, ഇപ്പൊ ഒരു 5 lakh എത്തിയിട്ടുണ്ടാവും. ഹായ് റാഷിദ, നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിം ഇൻ്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരാളെങ്കിലും ഇൻസ്പയർ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ റാഷിദ ഈ ഒരു കാൽസോൾ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിട്ട് എത്ര നാളായി, എന്താണ് ശരിക്കും റാഷിദ ചെയ്യുന്നത്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ 3 മാസമായി നമ്മളെ കാൽസോളിൽ ജോയിൻ ചെയ്തിട്ട്. ഞാന് വന്നതിന് ശേഷം നേരെ ഒരു ഫ്രീഡം ചാലഞ്ചിലേക്ക് ജോയിൻ ചെയ്യാണ് ചെയ്തത്. ഒരു കറക്റ്റ് ടൈമിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അപ്പൊ തന്നെ എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു 3 മാസം കൊണ്ട് തന്നെ ഫ്രീഡം ചാലഞ്ച് കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതായത് അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങള്, നമ്മൾ ചെയ്തിട്ടുള്ള മിഷൻ 10 മിഷൻസ് നമ്മൾ ചെയ്തു. ആ 10 മിഷൻസും ഓരോന്നും ഓരോ അനുഭവങ്ങളായിരുന്നു, ഓരോന്നും ഓരോ പാഠങ്ങളായിരുന്നു എനിക്ക്. ആദ്യത്തെ മിഷൻ കണ്ടപ്പോ ഞാൻ കേറിയപ്പോ ഞാൻ വിചാരിച്ചത് 5 മണിക്കായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു ആ സമയത്ത് കയറാൻ. പക്ഷെ അന്ന് ഞാൻ വന്ന് കേറി നോക്കിയപ്പോ 280ഓളം ആൾക്കാരെല്ലാം ഇരിക്കുന്ന കണ്ടപ്പോ ശരിക്കും അന്തപ്പെട്ടു. രണ്ടാമത്തെ മിഷന് ഞാൻ വിചാരിച്ചു ഇത്ര ആൾക്കാർ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ധാരണകൾക്കപ്പുറം രണ്ടാമത്തെ മിഷനും അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് രണ്ടാമത്തെ മിഷനിൽ കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം, വെറുതെ എല്ലാ ആൾക്കാരും നിൽക്കണേ. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എല്ലാ മിഷനും കയറുക എന്നുള്ളത് എന്റെ ആവശ്യമായി മാറി. പിന്നെ എനിക്ക് അങ്ങനെ ഒരിക്കൽ പോലും ഒരു മടി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇവിടെ 2:30ക്കാണ് ഞാൻ ഇവിടെ സൗദിയിൽ കയറുന്നത് ക്ലാസ്സിന്. പക്ഷെ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. എന്നിട്ട് ഞാന് നാട്ടിലുള്ളവർ കയറുന്നതിനേക്കാളും മുന്നേ ഞാൻ 5 മിനിറ്റ് മുന്നേ 15 മിനിറ്റ് മുന്നേ ഞാൻ കയറിയിരിക്കലുണ്ട്. എന്നിട്ട് അത് കഴിയുന്നവരെ, അത് കഴിഞ്ഞിട്ട് ഞാൻ 10 മണിയുടെ മീറ്റിങ്ങിന് ഞാൻ ഉറങ്ങിപ്പോന്ന് വിചാരിച്ചിട്ടോ അലാറം വെച്ചിട്ടാണ് മാമിന്റെ മീറ്റിങ്ങിൽ ഞാൻ വീണ്ടും കയറുക. അവസാനത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഈ ഒരു ടൈമിന് കയറുക അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി പിന്നെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് അത് പിന്നീടാണ് അതിന്റെ ഇത് മനസ്സിലായത്. കാരണം നമ്മളൊരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ അതിനായിട്ട് ഇതായിട്ട് വരുന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, റഷിദ ആർട്ടിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആർട്ടാണ് ഒരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുന്നത്. എങ്ങനെയാ ശരിക്കും ഈ ഒരു ആർട്ടിലേക്ക് എത്തിപ്പെട്ടത്? ആർട്ടിലേക്ക് ഞാൻ ശരിക്കും ടീച്ചറാണ്. ഒരു 2011 BEd ചെയ്തത്. അതിനുശേഷം 2014 മുതൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. CBSE സ്കൂൾസിലാണ് വർക്ക് ചെയ്തത്. ആദ്യം ഗൾഫിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെറ്റ് എഴുതാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ 2018 ഞാൻ ഡെലിവറിക്ക് വേണ്ടി റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇംഗ്ലീഷ് ആയിരുന്നു സബ്ജക്ട്. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോ എനിക്ക് ടീച്ചിങ് ഭയങ്കര പാഷനാണ് എന്റെ. അപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരുപാട് സ്കൂളും കുട്ടികളൊക്കെ മിസ് ചെയ്തു. പക്ഷെ എനിക്ക് എന്തായാലും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം മോൻ 4 മാസം മാത്രം പ്രായമുള്ള 4 വയസ്സാവുന്നവരെ എനിക്ക് പോകാൻ ഒരു സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ സ്കൂളിലെ ഒരു സാറ്, ആർട്ടിന്റെ ടീച്ചർ, ഇങ്ങനെ സാറിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നു ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്ങിന്റെ. അന്ന് ആദ്യമായിട്ടാണ് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്സ് ഞാൻ കാണുന്ന പോലും. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് വരയ്ക്കണം എന്നുള്ളതായി പിന്നെ എന്റെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിട്ട് പിന്നെ അത് വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്ന് വിചാരിച്ചാല് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്, അതിന് വേണ്ടി ശ്രമിക്കും. അപ്പൊ അങ്ങനെ അവസാനം അത് വരയ്ക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നാലെ നടന്ന് ഞാൻ അതിനുള്ള പെയിന്റ് കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, യൂട്യൂബ് വീഡിയോസ് നോക്കി അങ്ങനെ ആണ് ഞാൻ അവസാനം ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞപ്പം എന്റെ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ ഇന്ന് എന്താ വെച്ചാൽ എനിക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് എൻജോയ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം ഗ്രാജുവലി ആണ് ക്ലാസ്സുകളിലേക്ക് വന്നതും. പിന്നെ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഈ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫീസിന്റെ സ്ട്രക്ചർ വളരെ കുറവായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്താണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഫീസ് ഒന്ന് കൂട്ടിയതും വീണ്ടും ഡബിൾ ആക്കി വീണ്ടും കൂട്ടിയതൊക്കെ കാൽസോളിൽ വന്നതിന് ശേഷം. അങ്ങനെയാണ് ഞാൻ ആർട്ടിലേക്ക് എത്തിപ്പെട്ടത്. ആദ്യമൊക്കെ എത്രയാണ് എമൗണ്ട് ചാർജ് ചെയ്തിരുന്നത്? ഇപ്പൊ നിലവിൽ എത്രയാണ് ചാർജ് ചെയ്യുന്നത്?
ഞാൻ തുടങ്ങിയ സമയത്ത് ഫ്രീ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ 100, 4,999, പിന്നെ അതിന് ശേഷം ഒരു 1,499, പിന്നെ അതിന് ശേഷം 1,500. അത് കഴിഞ്ഞിട്ട് പിന്നെ 1,850 ആയിരുന്നു അഡ്വാൻസ്ഡ്. അങ്ങനെ രണ്ട് കോഴ്സുകളായിരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വളരെ കുറഞ്ഞ ചാർജാണ് ഞാൻ വെക്കുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ ഇവിടുന്ന് തന്നെ ഇവിടെ വന്നതിന് ശേഷം തന്നെ അത് 2,500, 3,000 ആക്കിയിട്ട് 2 കോഴ്സ് ഞാൻ അത് കൂട്ടി. ആ ഫീസ് കൂട്ടിയപ്പോ എനിക്ക് ആദ്യമൊക്കെ കുറച്ചൊരു ഇത് തോന്നിയിരുന്നു, ആൾക്കാര് അഡ്മിഷന് മടിക്കുന്ന പോലെ തോന്നിയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് മാം പറഞ്ഞു, റീത്ത മാം പറഞ്ഞു, അത് റാഷിദിന്റെ ഫീസ് ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞു. അത് വളരെ ശരിയായിരുന്നു. കാരണം പിന്നീട് മെമ്പർഷിപ്പ് വെച്ചിട്ട് ഞാൻ 6,000 ഞാൻ ചാർജ് ചെയ്തപ്പോഴും ഒരു മടിയും കൂടാതെ ആൾക്കാർ വന്ന് ചേർന്നു എന്നുള്ളത് അതിന്റെ തെളിവാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഫ്രീഡം ചലഞ്ച് പങ്കെടുത്തതാണ് ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്ക് വന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ രാത്രി 2 മണിക്ക് ഉറങ്ങാതിരുന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നുള്ളത് വളരെ ഡെഡിക്കേഷനെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തുടങ്ങിയത് വളരെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിലാണ്. അതിനുശേഷം കുറേശ്ശെ റേറ്റ് കൂട്ടി. ഈ പല ആൾക്കാർക്കും, നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്കും അവരുടെ മനസ്സിൽ ഇതേ പ്രശ്നം ഉണ്ടാവും. ഞാൻ എമൗണ്ട് കൂട്ടിയാൽ ആൾക്കാർ വാങ്ങുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റിന് ഇത്രയും വില എനിക്ക് ചോദിക്കാൻ പറ്റുമോ? കാരണം ഒത്തിരി ആർട്ടിസ്റ്റുമാർ നല്ല ടാലൻ്റ് ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്ക് വില പറയാനായിട്ടോ വില കൂട്ടാനായിട്ട് കഴിയാതൊരു മാനസിക ഇതുണ്ട്. നമ്മുടെ മനസ്സിനൊരു തൃപ്തി വരില്ല. അവിടെ റിൻഷിനെ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് മെച്ചപ്പെടുത്താൻ ചെയ്യുന്നത് നമ്മുടെ പ്രൈസിങ്ങിനെ സഹായിക്കുമോ? എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം പ്രോഡക്റ്റിന്റെ പ്രൈസ് അത്ര ഇൻക്രീസ് ചെയ്യാതെ വെച്ചിരുന്നതിന്റെ കാരണം ഞാൻ യൂട്യൂബ് പ്രൈവറ്റ് വീഡിയോസ് ആയിട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. പിന്നീട് ഞാൻ അത് കുറച്ച് PDF-ലാക്കി ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ആണ് ഞാൻ ഈ 1,500 പോലും വെച്ചത്. അതിന് മുന്നേ അതിലും കുറവായിരുന്നു. അപ്പം നമുക്ക് തന്നെ തോന്നണല്ലോ നമ്മള് കുറച്ച് വാങ്ങാനുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് ആണ്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം, അതൊരു സ്ട്രക്ചറും ഒക്കെ കുറച്ചും കൂടെ നന്നാവണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്താണോ ആഗ്രഹിച്ചതാണ് സാറിന്റെ അടുത്ത് ഞാൻ കണ്ടത്. സാറ് ടാഗ് മാംഗോ യൂസ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന് എനിക്ക് ലീഡർ ബോർഡും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ വെറുതെ പോയിട്ട് കമന്റ് വരെ ചെയ്യായിരുന്നു 5 പോയിന്റ് കൂടാൻ വേണ്ടിട്ട്. അത്രയും വെറുതെ ലൈക്ക് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യൂസ്ഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് മീൻസ് നമ്മള് എന്നാലും ഞാൻ ഡെയിലി അതിൽ കയറി കഴിഞ്ഞാൽ അതിന് വരെ മാർക്ക് ഉണ്ട് നമുക്ക് അതിൽ കയറുമ്പോൾ. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു ആദ്യമായിട്ട് വന്നപ്പോ. അപ്പൊ എനിക്ക് എന്റെ ആഗ്രഹത്തിൽ ഇതുപോലെ ഒന്ന് എനിക്ക് എന്റെ സ്റ്റുഡൻസിന് വേണം എന്നുള്ളതായിരുന്നു അന്ന് മുതൽ എന്റെ ആഗ്രഹം. പക്ഷെ ഇത് അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എനിക്കത് 3 മാസത്തിനുള്ളിൽ തന്നെ ടാഗ് മാംഗോ വൈറ്റ് ലേബിൾ സാറ് വഴി വാങ്ങാനും പിന്നെ അത് അതിന്റെ പ്രോ പ്ലാൻ എടുക്കുമ്പോഴേക്ക് എനിക്ക് പേടിയുണ്ടായിരുന്നു. 6,000 ആണ് അതിന് വരുന്നത് ഒരു മാസം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ എനിക്ക് കുറെ വേറെ ചിട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ വരുന്ന പൈസ മുഴുവൻ ആ വഴിക്ക് പോകും. അപ്പൊ ഇതൊക്കെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ സാർ ഞാൻ പറഞ്ഞ എനിക്ക് ഈ മാസം ഉണ്ടായിട്ടുള്ള ആ ഇതിന്ന് ബാലൻസ് എമൗണ്ട് സാറ് പറഞ്ഞ പോലെ എപ്പോഴും എന്റെ അക്കൗണ്ടിൽ അവിടെ കിടക്കുന്നുണ്ട്, ചെലവാവാതെ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് ടാഗ് മാംഗോ ഇംപ്ലിമെന്റ് ചെയ്തതും അതിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ സാറിന്റെ ഇതില് ഫ്രീഡം ചാലഞ്ചിൽ ഞാൻ ചാലഞ്ചസ് ചെയ്യാം ഇൻസ്പയർഡ് ചെയ്ത് അവിടെ കണ്ടത് ആ ചാലഞ്ചസ് അതുപോലെ ഞാൻ അവിടെ ചെയ്തു. ലീഡേഴ്സിനെ വെച്ചു. പിന്നെ സാറ് ചെയ്ത പോലെ തന്നെ ആഴ്ചയിൽ ഒരു ലൈവ് കൊടുത്തു അവർക്ക്. എന്നിട്ട് മാക്സിമം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് മാമിന്റെ അടുത്ത് വല്ല ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർ ഇങ്ങോട്ട് വരും. പിന്നെ ഞാൻ ഇന്നലെ വലിയൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നു നമ്മളെ ഗാലറിയിൽ ഫീഡിൽ ഇടാൻ വേണ്ടിട്ട്. പക്ഷെ അതെന്തോ സംഭവം കാരണം എനിക്ക് ആ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞിരുന്നു സാറിന്റെ സാറിന് ഡയമണ്ട് വരുമ്പോ ആരെങ്കിലും സംശയിച്ചൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് വന്നിട്ട് ആ ഡയമണ്ടിലോട്ട് ചേരുക. പിന്നെ അതേപോലെ സാറിന് നമ്മൾ കൊടുക്കുന്ന പൈസ ഒന്നുമല്ല. എന്റെ അഭിപ്രായത്തിൽ സാറിന് നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്നതിനൊക്കെ സാറിന് നമ്മൾ എപ്പോഴും വല്ലതും ആ ഒരു അത്രയും നമ്മളെ ജീവിതം തന്നെ മാറാനും നമുക്ക് ഇത്രയും ഒരു പിന്നെ എനിക്ക് ഈ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ദിവസം പോലും സാറിനെ പറയാത്തതില്ല എന്റെ ഹസ്ബൻഡിന്റെ അടുത്തും മക്കളുടെ അടുത്തും. എന്താ വെച്ചാൽ അപ്പൊ ഞാൻ പറയും സാറിന്റെ ക്ലാസ്സിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും 1,500 1,850 വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു മാറ്റം എനിക്ക് ഉണ്ടാവില്ല. സംഭവം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു മാറ്റം വന്നത് ഇവിടെ വന്നിട്ടാ. അപ്പൊ ഒരിക്കലും നമുക്ക് ഇതൊന്നും ഒരു നഷ്ടല്ല. ഇത് നമ്മള് എന്താ പറയാ ഒരു ലൈഫ് ടൈം നമ്മളൊരു വലിയൊരു ഇതിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിന് സാറ് ഒരു
വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആണ് സാർ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. അതൊന്നും ഒന്നുമല്ല നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്. വളരെ സന്തോഷം. ഇപ്പൊ ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് ഇപ്പൊ ടാഗ് മാംഗോ വൈറ്റ് ലേബിൾ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വീഡിയോസ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് വെറുതെ ഒരു വീഡിയോ ചെയ്തു അയക്കുന്നു. പക്ഷെ ടാഗ് മാംഗോയിൽ അടുക്കും ചിട്ടയോടുകൂടി അതിന്റെ തെമ്പൊക്കെ വഴി കറക്റ്റ് പോകുമ്പോൾ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിയ ഒരു പ്രീമിയം ഫീല് കിട്ടും. അതാണ് ഒരു 25,000 ആണ് പ്രീമിയം വൈറ്റ് ലേബിളിന്. അത് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം മന്ത്ലി ഒരു 6,000 പ്ലാൻ എടുത്തു. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു ഉറപ്പ് കിട്ടി, നമുക്ക് എമൗണ്ട് കുറച്ചുകൂടെ കൂട്ടാന്നുള്ളത്. അതിനുശേഷം നമ്മളൊരു ചലഞ്ച് പ്രോഗ്രാം ഫ്രീ ആയിട്ട് മാക്സിമം വാല്യൂ കൊടുക്കുന്ന ഒരു ചലഞ്ച് പ്രോഗ്രാം ചെയ്തു. ആ ചലഞ്ച് പ്രോഗ്രാം നന്നായിട്ട് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്തു. അങ്ങനെയാണല്ലേ? അതായത് ആർട്ട് പഠിക്കാൻ വന്നു, അവർക്ക് ആർട്ട് എങ്ങനെ വിൽക്കാം, ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാൻവ, ആ ലെവലിലുള്ള അവർക്ക് വേണ്ടത് എന്താണോ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ നല്ല വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, 6,000 ആണ്, താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ആൾക്കാർ ഓരോരുത്തരായിട്ട് പേയ്മെന്റ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ പേയ്മെന്റ് കിട്ടിയപ്പം അവരുടെ പേരിൽ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഡിസൈൻ ചെയ്ത് അയക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അത് കണ്ടപ്പോൾ, ഒരാളുടെ പേയ്മെന്റ് കിട്ടിയത് കണ്ടപ്പോൾ അവർ ഇൻസ്പയർ ആകുന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആളുടെ പേയ്മെന്റ് വരുന്നു, വീണ്ടും അടുത്ത ആളുടെ പേയ്മെന്റ് വരുന്നു. അപ്പോൾ ഓരോ പേയ്മെന്റ് വരുമ്പോഴും നമ്മൾ അതിന്റെ സ്ക്രീനിന് ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തിട്ട് അയക്കുന്നത് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമം ഇങ്ങനെ കിടക്കും. എല്ലാവരുടെയും പേര് വരുന്നുണ്ട്. അത് കുറച്ച് കഴിയും തോറും ഈ കല്ലടിക്കി വെക്കുന്ന പോലെ ആദ്യത്തത് ഓക്കെ, രണ്ടാമത്തെ ഓക്കെ, പക്ഷേ 5 പേര് ജോയിൻ ചെയ്തു, 10 പേര് ജോയിൻ ചെയ്തു, 20 പേര് ജോയിൻ ചെയ്തു, 30 പേര് ജോയിൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഓരോ ഇത് വരുമ്പോഴത്തേക്കും ആൾക്കാരുടെ മനസ്സിൽ ഇത്രയും പേര് ജോയിൻ ചെയ്തു, എന്നിട്ട് ഞാൻ മാത്രം. അപ്പൊ ആ ഒരു മൊമെന്റം ക്രിയേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് സെയിലായിട്ട് മാറും. ശരിയല്ലേ? അതെ, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് സെയിൽ ഇത്രയും വന്നത്. കാരണം 74 ആൾക്കാർ ഇപ്പൊ അതിൽ ചേർന്ന് കഴിഞ്ഞു ഈ മെമ്പർഷിപ്പിൽ. ആ 74 വരാനുള്ള കാരണം തന്നെ ഞാൻ ഓരോ പ്രാവശ്യത്തിലേക്ക് അയക്കുമ്പോഴും ഞാൻ ഇതിൽ വന്നിട്ടില്ലല്ലോ എന്നുള്ള ഫീല് കാരണം മാത്രം വന്ന് ചേർന്നവരും ഇത്രയും ആൾക്കാർ ചേർന്നപ്പോ ഞാനും അതിന്റെ ഭാഗമാവണമെന്നും ഇതെന്തോ സംഭവം എന്തോ ആണ് എന്നുള്ള തോന്നലും ഒന്നും അറിയാതെ ഇപ്പം നമ്മള് ഈ ചാലഞ്ചസിൽ ഇല്ലാത്ത ആൾക്കാർ പോലും ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ. വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടും വരാനൊക്കെ ഉണ്ടായ കാരണം ഈ ബാനർ കണ്ടിട്ടാണ്. ഈ ബാനർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോ അവരിങ്ങനെ ഇതിനെ കുറിച്ച് വീണ്ടും കണ്ട് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവരത് മറന്നു പോകും. നമ്മൾ അതൊന്ന് പറഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ അവർ മറന്നു പോകും. അപ്പൊ ഈ ബാനറാണ് എന്നെ ഇതിന് ഒരുപാട് സഹായിച്ചത്. നമുക്ക് അങ്ങനെ നമ്മളവരെ ട്രാപ്പിലാക്കുക അങ്ങനെ ഒന്നും ചിന്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാല്യൂ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആത്മാർത്ഥമായിട്ട് നമുക്ക് അത് അവരുടെ ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസം ടോട്ടലി എത്ര ഇൻകം റൈസ് ചെയ്തിട്ടുണ്ടാവും? അതിലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ലാസ്റ്റ് 3 days ഒക്കെ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട്? അതെങ്ങനെയാണ്? അന്ന് ആ ഒരു മാസത്തിൽ എനിക്ക് ശരിക്കും 1.5 ആദ്യത്തിനേക്കാളും കൂടുതൽ ഈ മാസം എന്തായാലും എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ 3000 ഫീ ആക്കിയപ്പോ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. 1.5 തന്നെ എനിക്ക് ശരിക്കും മൈൽ സ്റ്റോൺ ആണ്. ആദ്യം കിട്ടിയതിനേക്കാളും കൂടുതലാണ്. അപ്പൊ ആ 1.5 നിൽക്കുമ്പോഴാണ് ഞാൻ മെമ്പർഷിപ്പ് അപ്ലൈ ചെയ്തത്. മെമ്പർഷിപ്പ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഒരു മാറ്റം വന്നതും. ഒരു 2 ദിവസം, ആദ്യത്തെ 2 ദിവസം കൊണ്ട് എനിക്ക് 2 lakh വന്നു. പിന്നെ അതിന് ശേഷം എല്ലാം കൂടെ പിന്നെ അതിന് ശേഷം ഒരു 5 daysന്റെ ഉള്ളിൽ അത് 5 lakhലേക്ക് ഇപ്പൊ ഒരു 5 lakh എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഒരു മാസം കൊണ്ട് 5 lakhs എത്തി. 2 ദിവസം കൊണ്ട് തന്നെ 2 lakhs അക്കൗണ്ടിലേക്ക് വന്നു. ഒരു 3 ദിവസം കൊണ്ട് 3 lakh വന്നിട്ടുണ്ടാവും. 3 days കൊണ്ട്. ഓക്കെ, വളരെ സന്തോഷം. കാരണം ഈ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് കയറാനായിട്ട് നമുക്കൊരു മൊമെന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ മെന്റർ എനിക്ക് തന്ന വാല്യൂസ് ഞാൻ പകർന്നു തരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനും എപ്പോഴും കാണുന്നത് നമ്മൾ ഈ ട്രെയിനിങ് കുറെ കോഴ്സസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനുപരി ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരുത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ട്രെയിനിങ് എന്നുള്ളതാണ്. മെത്തേഡ് ചിലപ്പോൾ ആർട്ടായിരിക്കാം, ഡിജിറ്റൽ ഞാൻ ചെയ്യുന്നതും, അങ്ങനെ പലരുടെയും മെത്തേഡ്. പക്ഷെ ഫൈനലി ഒരാളുടെ ലൈഫിൽ ഒരു വ്യത്യാസം എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തുടക്കം മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു 1 CR അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രാക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. പിന്നെ നമുക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു ജേണി കയറി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസം കൊണ്ട്, ഒരു 6 മാസം അല്ലെങ്കിൽ വളരെ മുന്നോട്ടുള്ള യാത്രയിൽ അഡ്വർടൈസിങ് കൂടെ പോകുന്ന സമയത്ത് സ്കെയിലബിലിറ്റി ഉണ്ടാവും. പിന്നെ ടാഗ് മാംഗോയാണ്, ഇത് സിസ്റ്റമാണ്. 1000 പേര് വന്നാലും 10,000 പേര് വന്നാലും ടാഗ് മാംഗോ അത് ഹാൻഡിൽ ചെയ്തോളാം. നമുക്ക് ടെൻഷൻ ഇല്ല. പേയ്മെന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ID പാസ്വേഡ് പോകും. അപ്പോൾ അതൊരു സ്കെയിലബിലിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പുതിയ ലൈഫും നമുക്ക് മാത്രമല്ല ഒത്തിരി പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ.
അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പേടിയുണ്ടാവും ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ കുഞ്ഞു പൈസയായിട്ട് മാറും. സോ നമ്മൾ നമ്മുടെ ബിസിനസ് ആയിട്ട് ഇതിനെ കാണുകയും നന്നായിട്ട് ആക്ഷൻ എടുക്കുക. പ്രത്യേകിച്ച് ആർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വില നൽകേണ്ട ആൾക്കാരാണ്, അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു വിലയിട്ടില്ലെങ്കിൽ ലോകത്ത് ഒരാളും നമുക്ക് വില തരില്ല. നമ്മുടെ കയ്യിലൊരു ഡയമണ്ട് കിട്ടി. ആ ഡയമണ്ട് കിട്ടുമ്പോൾ അത് ഡയമണ്ട് ആണോ ഒരു കല്ലാണോ എന്ന് നമ്മൾ സംശയിച്ചിട്ട് അതിനധികം വില നമ്മൾ ഇടാതിരുന്നാൽ ബാക്കിയുള്ളവരും അങ്ങനെയായിരിക്കും. പക്ഷെ ഇത് ഡയമണ്ട് ആണ്, ഇതിന് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ പറയുമ്പോഴാണ് അതിന് വില വരിക. സോ ആ രീതിയിൽ ആക്ഷൻ എടുക്കാൻ കഴിയട്ടെ. മറ്റെന്തെങ്കിലും മെസ്സേജ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും ഇത് കാണുന്നവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു അവസരം വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അന്നേരം ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളെ ടൈം പോകും. കാരണം നമുക്ക് ചിലപ്പോൾ അവസരം വീണ്ടും വരണം എന്നില്ല. അന്ന് ഞാൻ സാറിന്റെ വെബിനാർ കഴിഞ്ഞ് നമ്മൾ സാറിന്റെ ക്ലാസ്സിലേക്ക് കയറാൻ സംശയിച്ച് നിന്നിരുന്നെങ്കിൽ പിന്നീട് സാർ ഡയമണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഞാൻ സംശയിച്ച് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് എന്റെ സ്റ്റുഡൻസും ചിലരുണ്ട് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച്. അപ്പൊ അവര് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് ആ ഒരാളെടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വിശ്വസിക്കും. സാറിന് വന്നു കഴിഞ്ഞ ഒരൊറ്റ ഫ്രീഡം ചാലഞ്ച് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് സാറിനെ കംപ്ലീറ്റ് എനിക്ക് ട്രസ്റ്റ് ചെയ്തു. കാരണം സാർ എന്ത് പറഞ്ഞാലും നമ്മൾ അതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സക്സസ്ഫുൾ ആവും. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങോട്ട് ഒന്നും സംശയിക്കാൻ നിൽക്കണ്ട. എന്തുണ്ടെങ്കിലും അതിന്റെ കൂടെ അങ്ങോട്ട് പോയി കൊടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. സംശയിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. നമ്മൾ എപ്പോഴും ധൈര്യപൂർവ്വം എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കാൻ തയ്യാറാവുന്നവർ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഒത്തിരി പേർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും. കണ്ടിന്യൂ ചെയ്യാം. അതോടൊപ്പം തന്നെ റാഷിദയുടെ ഡീറ്റെയിൽസ് യൂട്യൂബിന്റെ ചാനലൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ നമ്മൾ ഇനി അടുത്ത് വീണ്ടും ഇതുപോലൊരു മൈൽ സ്റ്റോണിൽ ഒരുമിച്ച് കൂടും. ആ സമയത്തേക്ക് കുറച്ചുകൂടെ വലിയൊരു മൈൽ സ്റ്റോണുമായിട്ട് നമുക്ക് വീണ്ടും. താങ്ക് യു.